നമ്മളിപ്പോൾ ആമ്പൽപ്പാടത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലവർക്കൊക്കെ തോന്നിയാൽ ഇത് മലരിക്കലാണെന്ന്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ ആമ്പലുണ്ട്, മലരിക്കലുണ്ട്, പള്ളമുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ വന്നേക്കുന്നത് ചങ്ങനാശ്ശേരിയിലുള്ള പറാലിലാണ്. പറാലിൽ വരാൻ 2-3 കാരണങ്ങളുണ്ട്. അതായത് വേറൊന്നുമല്ല, ഇവിടെ ഏക്കർ കണക്കിന് മറ്റേതിനെ അപേക്ഷിച്ച് മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഏക്കർ കണക്കിനാണ് ഇവിടെ ആമ്പലി പൂത്തിരിക്കുന്നത്. ഏകദേശം എത്ര 400 ഏക്കറോളം സ്പേസിൽ ആമ്പൽ പൂത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വഞ്ചിക്ക് മറ്റു സ്ഥലങ്ങളെ പോലെ വഞ്ചിക്ക് പോകാം. അതുപോലെ വഞ്ചി കയറാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ, പ്രായമുള്ളവർ, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കയറാൻ പറ്റിയ മറ്റൊരുപാട് ഓപ്ഷനുകൾ ഇവിടെ ഉണ്ട്. ജങ്കാറ് സംഭവങ്ങൾ 10 പേർക്ക് 15 പേർക്ക് ഒരുമിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റിയ ജങ്കാറ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്, ലൊക്കേഷൻ എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടേക്കാം കേട്ടോ. ഇവിടെ നിന്ന് വഞ്ചിയിൽ കയറിയിട്ടാണ് നമ്മൾ ആമ്പൽ വസന്തം കാണാൻ വേണ്ടി പാടത്തേക്ക് പോകുന്നത് കേട്ടോ. ശരിക്കും പാടത്തിൻ്റെ ഒരു അരികാണത്. പക്ഷേ അവിടെ നിന്ന് ഒരു 50 മീറ്റർ 100 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ആമ്പൽ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത്. ഇത് നമ്മൾ എടുത്തൊരു ഡ്രോൺ ഷോട്ടാണ്. പക്ഷേ പൂക്കളുടെ ഒരു ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ താഴെ വെള്ളത്തിൻ്റെ ലെവലിൽ നിന്ന് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആ പൂക്കളുടെ ഭംഗിയൊക്കെ വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കുക. അതായത് നമ്മൾ വഞ്ചിയുടെ ലെവലിലൊക്കെ പോകുമ്പോൾ ഏറ്റവും ഭംഗിയിൽ തന്നെ ഈ പൂക്കൾ ആമ്പൽ വിരിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രായമായിട്ടുള്ളവരൊക്കെ വരുമ്പോൾ വഞ്ചിയിൽ കയറാനൊക്കെ സൗകര്യം ഉണ്ടാവും. കുട്ടികളായിട്ടൊക്കെ വരുമ്പോൾ അവർക്ക് പോകാനുള്ള ചങ്ങാടവും ഇവിടെ റെഡിയാണ്. ഒരു 15-20 പേർക്കോളം അതിൻ്റെ അകത്ത് സുഗമമായിട്ട് ഇരുന്ന് പോകാൻ പറ്റും. അതിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ പുറകെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതോടുണ്ട് ഒരുപാട് ഫാമിലീസ് വന്ന് പോകുന്നുണ്ട്. ഇത് ഞാൻ ആ ചങ്ങാടത്തിൻ്റെ അകത്തുനിന്ന് ഷൂട്ട് ചെയ്തൊരു വിഷ്വലാണ് കേട്ടോ. പിന്നെ ചങ്ങാടത്തിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ 10-15-20 പേർക്ക് സുഗമമായിട്ട് ഇരിക്കാനുള്ള സ്പേസൊക്കെ അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ അകത്ത് നമ്മൾ മാത്രമല്ല, മറ്റൊരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിയിൽ പ്രായമുള്ളൊരു അമ്മച്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മച്ചിയൊക്കെ ആദ്യം ഇവിടെ വഞ്ചിയിൽ കയറാൻ പറ്റില്ല എന്ന് വിചാരിച്ച് വന്നവരാണ്. പക്ഷേ ഈ ഒരു ചങ്ങാടം കണ്ടപ്പോൾ അമ്മച്ചിക്കും കയറാൻ പറ്റി. അതുപോലെ ഈ കാഴ്ചകളെല്ലാം കാണാൻ പറ്റി. അപ്പോൾ ഇവിടുത്തെ മെമ്പർ നമ്മുടെ കൂടെ ഉണ്ട്. മെമ്പറിനോട് നമുക്ക് ചോദിക്കാം കൂടുതൽ കാര്യങ്ങൾ. നമസ്കാരം, ഞാൻ ആർ പ്രസന്നൻ, ചങ്ങനാശ്ശേരി വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 22-ാം വാർഡ് പറാൽ എന്ന് പറയുന്ന ഗ്രാമത്തിലെ മെമ്പറാണ്. അപ്പോൾ എൻ്റെ ഈ ഗ്രാമത്തിൽ ഒരുപാട് ആമ്പൽപ്പൂക്കൾ വിരിഞ്ഞ് വളരെ മനോഹരമായിട്ട് കാഴ്ചകൾ കാണാനും അത് ആസ്വദിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇതിനോടകം തന്നെ നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 28-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വീണ സി ദിലീപ് ഇവിടെ വന്ന് ഔപചാരികമായി നമ്മുടെ ഈ വസന്തോത്സവം ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതിൽ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ ജനപ്രതിനിധികളും പങ്കെടുക്കുകയും ഇവിടെ നമ്മുടെ നാടിൻ്റെ ഒരു വലിയ ആഘോഷമായിട്ട് തന്നെ ആ ചടങ്ങ് മാറുകയും ചെയ്തു. ഇപ്പോൾ ഇനി പറയാനുള്ളത്, നമുക്ക് ഇവിടെ എത്തിച്ചേരാനുള്ള ഒരു ലൊക്കേഷനാണ്. ഇത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി താലൂക്കിൽ വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിപ്പെടുന്ന ഒരു വാർഡാണ്. അപ്പോൾ ഇവിടെ എത്താനായിട്ട് ചങ്ങനാശ്ശേരി ടൗണിൽ വന്നിട്ട് മാർക്കറ്റ് റോഡ് വഴി വണ്ടിപ്പേട്ടയിൽ വന്ന് പറാൽ കുമരങ്കൽ റോഡിലേക്ക് പ്രവേശിക്കുക. അതിനുശേഷം പറാൽ അറക്കൽ ദേവി ക്ഷേത്രത്തിനടുത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ്, ടൗണിൽ നിന്ന് വരുന്നവർ വലത്തോട്ട് തിരിഞ്ഞ്, അവിടെ നമ്മളൊരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്, വലത്തോട്ട് തിരിഞ്ഞാണ്ട് 1 കിലോമീറ്ററോളം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ റോഡ് അവസാനിക്കുന്നത് ഈ പാടശേഖരത്തിലാണ്. ഈ പാടശേഖരത്തിൻ്റെ പേര് കടമ്പാടം തേരിക്കലവും പാടശേഖരം എന്നാണ്. ഇവിടെ പറാൽ യുവജനങ്ങളുടെ ഒരു കൂട്ടായ്മയായ വടക്കുംഭാഗം വൈബ് എന്ന ഒരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്. അവരാണ് ഈ റോഡും ഈ പരിസരങ്ങളുമെല്ലാം ഏറെ മനോഹരമായിട്ട് പൂക്കളൊക്കെ വെച്ച് അലങ്കരിക്കുകയും ഈ നമ്മുടെ വസന്തോത്സവത്തിന് വേണ്ട എല്ലാവിധ സപ്പോർട്ടും ചെയ്തു തരുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ നാട്ടുകാരായിട്ടുള്ള എല്ലാ സഹോദരങ്ങളും ഈ ഒരു ഉദ്യമത്തിന് എൻ്റെ കൂടെ പിന്തുണ നൽകി ഒപ്പമുണ്ട്. ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം, നമ്മൾ ഇപ്പം വളരെ പരിമിതമായ സാഹചര്യത്തിലാണ് ഈ ഒരു വസന്തോത്സവം ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ വരാനുള്ള വഴി വളരെ വീതിയുള്ളതൊന്നുമല്ല എങ്കിൽ പോലും നമുക്ക് കാറുകൾക്കൊക്കെ വരാണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ വരുന്നവർ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ഇവിടെ എത്തിച്ചേരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്കൊരു 2.5 മാസം ഈ ആമ്പൽ വസന്തം ആസ്വദിക്കാം. ഏതാണ്ട് ഈ പാടശേഖരത്തിൻ്റെ ഭരണസമിതിയും എല്ലാം നമുക്ക് അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഈ പാടശേഖരം എന്ന് പറയുന്നത് ഏതാണ്ട് 400 ഏക്കറോളം ഉണ്ട്. അതിൽ ഏതാണ്ട് ഒരു 380 ഏക്കർ ഓളം ഈ ആമ്പൽപ്പൂക്കൾ വിരിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇവിടെ ഗ്രൂപ്പായിട്ട് വരുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ ഒരു ജങ്കാർ അതിനു വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറഞ്ഞ ഒരു 10-25 പേർക്കോളം യാത്ര ചെയ്യാം. അപ്പോൾ ഈ കല്യാണം, മറ്റ് പാർട്ടികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വരുന്നവർക്ക് തീർച്ചയായിട്ടും ആ സൗകര്യം നമുക്ക് പ്രയോജനപ്പെടുത്താം. അപ്പോൾ ഇവിടെ വരുന്നത് നമ്മൾ ഒരാൾക്ക് 100 രൂപയാണ് നമ്മൾ ചാർജ് ഈടാക്കുന്നത്.
ഇപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇതേക്കുറിച്ചൊന്നും നമുക്ക് അറിയില്ല. വരുന്ന ആൾക്കാർക്ക് അഭിപ്രായം ചോദിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു 100 രൂപ വെച്ച് വാങ്ങിക്കുന്നത്. അപ്പോൾ അത് അവരുടെയൊക്കെ അഭിപ്രായം മാനിച്ചിട്ട് നമ്മളതും പരിഗണിക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഇപ്പം നമുക്ക് അത്യാവശ്യം ചെറിയ ചായയും അതുപോലൊക്കെയുള്ള സ്നാക്സൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മുടെ കുടുംബശ്രീയിലെ ചേച്ചിമാരിവിടെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നാളെ മുതൽ അവരും ഞങ്ങളോടൊപ്പം ഉണ്ടാവും. നമുക്ക് രാവിലെ ഒരു 6 മണി മുതൽ നമ്മുടെ നാട്ടിലെ ഇതിനോട് ബന്ധപ്പെട്ട് ഉള്ള ഈ വള്ളങ്ങളുമായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്. 6 മണി തൊട്ട് നമുക്കൊരു അങ്ങേയറ്റം 10 മണി വരെ ഉള്ള സമയമാണ് നമുക്കിത് ഏറ്റവും മനോഹരമായിട്ട് ആസ്വദിക്കാൻ കഴിയുക. അപ്പം ആ ഒരു സമയത്തിനുള്ളിൽ വരാൻ നിങ്ങളെല്ലാവരും പരമാവധി ശ്രമിക്കണം. 10 മണി കഴിഞ്ഞാൽ നമ്മുടെ ഈ സൂര്യപ്രകാശത്തിൻ്റെ കാഠിന്യമേറും. ആ സമയത്ത് ഈ ആമ്പൽപ്പൂക്കൾ എല്ലാം വാടിപ്പോവും. അപ്പോൾ നമുക്കിതിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് പറ്റില്ല. നമുക്കും അതൊരു പ്രയാസമാണ്. കാരണം വന്നിട്ട് ഇത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ തിരിച്ചു പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു പ്രയാസമാണ്. അതുകൊണ്ട് 6 മണി തൊട്ട് 10 മണി വരെ, 10 മണിക്കപ്പുറം പോകരുത്, 10 മണിക്കുള്ളിലുള്ള ആ സമയം പരമാവധി നിങ്ങൾ എത്തിച്ചേരാൻ ശ്രമിക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈ ഗ്രാമത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും ആ ചങ്ങാടത്തുണ്ടായിരുന്ന ആ ഒരു ഫാമിലിയും ആ പ്രായമായ അമ്മച്ചി ഉൾപ്പെടെ എല്ലാവരും കാഴ്ചകൾ വളരെ ഭംഗിയായിട്ട് തന്നെ കണ്ടു. അപ്പോൾ നമ്മൾ കരയിലേക്ക് എത്തി ആ ഫാമിലി ചങ്ങാടത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഫാമിലി തന്നെ ഒരു അങ്കിളും ഉണ്ട്. അപ്പോൾ അങ്കിളിനോട് തന്നെ നമുക്ക് ഇവിടുത്തെ എക്സ്പീരിയൻസ് ചോദിക്കാം. കാര്യം ഇവിടുത്തെ ആളുകൾ പറഞ്ഞേക്കാളും കൂടുതൽ ഇവിടെ കാഴ്ച കാണാമെന്നുള്ള അഭിപ്രായമുള്ള നമുക്ക് കേൾക്കേണ്ടത്. ആമ്പൽ തോട്ടം എല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ പോകുന്നു. അഭിപ്രായം എങ്ങനെയുണ്ട് സംഭവം? അഭിപ്രായം വളരെ വണ്ടർഫുൾ. പിന്നെ വഞ്ചിനെ അപേക്ഷിച്ച് ഈ ഒരു ബോട്ടിലുണ്ടായ യാത്ര, ബോട്ട് വളരെ സുഖമായിരുന്നു, വളരെ സുഖമായ യാത്രയായിരുന്നു. യാതൊരു കുഴപ്പമില്ല. വളരെ സുഖമായിട്ട് ഞങ്ങൾ പോയി തിരിച്ചു വന്നു. ഓക്കെ, താങ്ക് യു. ഇതുപോലെ കുറച്ച് പ്രായമുള്ള ആൾക്കാർ, ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ വരാൻ വഞ്ചി അവർക്ക് മടിയുണ്ടോ? അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? അവരോട് പറയണത് സുഖമായിട്ട് വന്ന് കണ്ടു കേട്ടിട്ട് പോകാമല്ലോ. സുഖമായിട്ട് വന്ന് കണ്ടു കേട്ടിട്ട് പോകാം. ബോട്ടിലോ വള്ളത്തിലോ എവിടെയെങ്കിലും കയറി ആഹ്ലാദമായി കണ്ട് സന്തോഷിച്ച് പോകാൻ തിരിച്ച്. ഓക്കെ. ഞങ്ങൾ ഈ അമ്പൽപ്പാടത്ത് എത്തിയത് ബുധനാഴ്ച ദിവസമായിരുന്നു, ഒരു ഇട ദിവസമായിരുന്നു. ശനിയും ഞായറും ദിവസങ്ങളിൽ ഇവിടെ പൊതുവെ തിരക്കുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ചിലപ്പോൾ തിരക്ക് കൂടുതലാണെങ്കിൽ നമ്മൾ വഞ്ചിയൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മൾ ഇട ദിവസങ്ങളിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വഞ്ചി കിട്ടി നമുക്ക് ട്രാവൽ ചെയ്ത് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ നമുക്ക് സൗകര്യം കിട്ടും. അപ്പോൾ ഇട ദിവസമാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള ലൊക്കേഷനും കാര്യങ്ങളും കോൺടാക്ട് നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ആമ്പൽ വസന്തോത്സവത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ യാത്ര പോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അതുപോലെ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണുന്നതിനായിട്ട് നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കുക. വീണ്ടും ഇത്തരത്തിലുള്ള മനോഹരമായ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.